Okay, dear students, now we'll see how we'll find the range and quartile deviation for a frequency distribution. അപ്പോൾ frequency distribution രണ്ട് രീതിയിലുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടുത്തെ റേഞ്ച് ചോദിക്കുവാണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ 100 ആണ്, ലോവസ്റ്റ് വാല്യൂ 10 ആണ്. So your range is 100 minus 10 which is equal to 90. So that is very simple. നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ഹയസ്റ്റും ലോവസ്റ്റ് വാല്യൂയും തമ്മിൽ എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓൾറെഡി നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 എന്നുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ Q3യും Q1 ആദ്യം കണ്ടുപിടിക്കും. അതും കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി മീഡിയനിൽ പഠിച്ച അതേ മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. മീഡിയനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. സോ ഫസ്റ്റ് വിൽ ഫൈൻഡ് എന്താ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും. മീഡിയനിലും ചെയ്യുന്ന അതേ പ്രോസസ്സാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ആദ്യത്തെ ഫ്രീക്വൻസി എഴുതി 2 + 3 5, 5 + 4 9, 9 + 6 15, 15 + 7 22, 22 + 8 30, 30 + 5 35, 35 + 3 38, 38 + 4 42, 42 + 6 48. അതായിരിക്കും നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസിയും വരുന്നത്. അതായത് ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 48 എന്ന് കിട്ടും. നമ്മൾ മീഡിയന് ചെയ്തതെന്ന് പറഞ്ഞാൽ 48 കിട്ടിക്കഴിഞ്ഞപ്പോൾ മീഡിയൻ എന്തായിരുന്നു, നടുക്ക് വരുന്ന വാല്യൂ ആണ്. അല്ലെങ്കിൽ എന്താ സെക്കൻഡ് ക്വാർട്ടൈലാണെങ്കിൽ അല്ലെങ്കിൽ മിഡിൽ ക്വാർട്ടൈലാണ്. അപ്പം n/2 എടുത്തു. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടൈലാണെങ്കിൽ എപ്പോഴും 1/4 എന്നുള്ള കാര്യം ഓർക്കുക, 4/1. ആൻഡ് തേർഡ് ക്വാർട്ടൈലാണെങ്കിൽ 3/4 ഓർക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടൈൽ കണ്ടുപിടിക്കാനായിട്ട് Q1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ n/4 കണ്ടുപിടിക്കും, which is 48/4 which is equal to 12. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ 12 എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ വരുമെന്ന് നോക്കണം. അപ്പോൾ 12 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്, 15ൻ്റെ അകത്താണ് 12 വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മുടെ Q1 എന്ന് പറയുന്നത്. Q1 is equal to 40. Okay, so similarly we do Q3ക്ക് എന്താ ഓർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞേ, 3n/4, 3/4 ആണ് ഓർക്കേണ്ടത്. അപ്പം 3 × 48/4. ആക്ച്വലി അതങ്ങനെ ചെയ്യണമെന്നില്ല. n/4 ഓൾറെഡി 12 കിട്ടി, പിന്നെ അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും, 36 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 36 എന്തിൻ്റെ അകത്ത് വരുന്നത്, 35 കഴിഞ്ഞു. അപ്പം 36 ഇവിടെ ആയിരിക്കും വരുന്നത്. സോ യോ Q3 is equal to 80. അപ്പം ഇവിടെ കിട്ടുന്ന വാല്യൂ അല്ല Q1ഉം Q3യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ്. മീഡിയനിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് ക്വാർട്ടൈൽസ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വാർട്ടൈൽ 40, തേർഡ് ക്വാർട്ടൈൽ എത്ര കിട്ടി, 80 കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താ, ഫോർമുല ഇസ് Q3 മൈനസ് Q1 divided by 2, which is equal to 80 minus 40 divided by 2, which is 40/2. That is equal to 20. So your quartile deviation is 20. ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഈ പറഞ്ഞത്. അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം കണ്ടുപിടിക്കുക, ടോട്ടൽ ഫ്രീക്വൻസി ആ ലാസ്റ്റ് വാല്യൂവിന് ഈക്വലൻ്റ് ആയിരിക്കും. ഫോർ Q1 ഫൈൻഡ് n/4 കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ. അതേപോലെ Q3 3n/4 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, താങ്ക് യു.